ശിവേട്ട ദുരഭിമാനം എടുത്തൊക്കെ ദൂരക്കള. ആരോടാണ് ക്ഷമ ചോദിക്കുന്നത് എന്നുള്ള നല്ല ഓർമ്മ വേണം. 23 വർഷത്തെ കുടിശ്ശിക ബാക്കിയുണ്ട്. എല്ലാം കൂടെ ചേർത്തങ്ങ് പറഞ്ഞു. എന്റെ മോളെ, ഞാൻ നിന്റെ അടുത്ത് പൊറുക്കാൻ പറ്റാത്ത അപരാധം ചെയ്തിട്ടുണ്ട്. പൊറുക്കണം, ക്ഷമിക്കണം. സാറേ, എന്റെ പരാതി പിൻവലിച്ചു. കേസ് വഴക്കൊന്നും വേണ്ട. സാർ ചെയ്തെന്ന സഹായത്തിന് നന്ദിയും. ശരി, കഴിഞ്ഞല്ലോ. ഇനി എല്ലാവർക്കും പോവാം. ഇനി എന്തെങ്കിലും ഉണ്ടോ? പാവളെ കടപ്പാട്ടൂര് വന്നിട്ടേ പോവാവൂ. എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞിട്ടില്ല. ഞാനും വൈകിയും തമ്മിലുള്ള കേസ് വേറെ. ഹലോ നിങ്ങളെ, ഇവിടെ മനു അലീനെ കിട്ടിയടാ. എവിടെയായിരുന്നു നിങ്ങളെ? ഞാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ. അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തോന്ന് കുഴപ്പം? അവള് പുലിയല്ലേ. കൊണ്ടുവന്ന് അടച്ചിട്ട മുറി അവൾ അകത്ത് നിന്ന് പൂട്ടി വാതിൽ ആണി അടിച്ചു വെച്ചു. പോലീസ് വന്നിട്ട് പോലും തുറക്കാൻ വിഷമിച്ചു. ഇപ്പൊ എവിടെ നിങ്ങളെ? പോലീസ് സ്റ്റേഷനിലാണോ? ഞാൻ കയ്യെ പിടിച്ചോണ്ടോന്ന് എന്റെ വണ്ടിയിലോട്ട് കയറ്റിയിരിക്കുക. കൃഷ്ണമോളുണ്ട് കൂടെ. കൊടുക്കണോ ഫോൺ? വേണ്ട നിങ്ങളെ, ഞാൻ നേരിട്ട് വന്ന് കണ്ടോളാം. നിങ്ങൾ കട്ട് ചെയ്തോ? എടാ, നീ എവിടെ വരെ എത്തി? ഓ, ഒന്നും എനിക്ക് അറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്കൊരു ഓർമ്മയില്ലായിരുന്നു നിങ്ങളെ. ഞാനങ്ങ് വന്നോളാം. ഓക്കെ. ആ, ഓക്കേടാ, പതിയെ വന്നാ മതി. ചേച്ചിയുടെ കോള്. ഹലോ ഹലോ, ഏട്ടൻ എവിടെയാ? അതെ, ഞാനൊരു വിവരം പറയാൻ വിളിച്ചതാ. അലീനെ കണ്ടുപിടിച്ചു. എവിടെയായിരുന്നു ഏട്ടാ? അവരെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു കൊല്ലപ്പള്ളിക്കാര്. അയ്യോ, എന്നിട്ട്? പോലീസ് പോയി പൊക്കി. കൊല്ലപ്പള്ളിക്കാര് അവിടെ ഒരു കാടിനടുത്തുള്ള ആളില്ലാത്ത വീട്ടിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. എന്റെ ഈശ്വര, എന്നിട്ട്? പോലീസും ബാലട്ടനും കൂടെ പോയി അലീനെ രക്ഷപ്പെടുത്തി. അവളെ കടപ്പാട്ടൂരിലേക്ക് തന്നെ കൊണ്ടുപോയി. പോലീസ് കൊല്ലപ്പള്ളിക്കാരെ അറസ്റ്റ് ചെയ്തോ? ഏയ്, അറസ്റ്റൊന്നുമില്ല. ബാലേട്ടൻ എന്തൊക്കെ ഡിമാൻഡ് വെച്ചു. അത് മറ്റവർ അംഗീകരിച്ചതോടെ കേസ് പിൻവലിക്കാനും തീരുമാനിച്ചു. അപ്പൊ അലീന അനുഭവിച്ച പാടുപീടകളോ? കൊല്ലപ്പള്ളിക്കാർ അതിനു പകരം 40 ലക്ഷം രൂപ എണ്ണി കൊടുക്കണം അലീനയ്ക്ക്. അത് തിരക്കേടില്ല, വേണ്ടത്. അവരവളെ ഉപദ്രവിച്ചോ? ഒന്നും ചെയ്യില്ലെന്നാ പറഞ്ഞേ. അത് അവരുടെ ഭാഗ്യം. ബാലേന്റെ അടുത്ത് കൊല്ലപ്പള്ളിക്കാരുടെ ഒരു കളി നടക്കത്തില്ലെന്നേ. സുലു, ഞാൻ വയ്ക്കുവാണേ. 100 ആഴ്ച ബാലേട്ടന്. അതാ വിളിക്കുന്നുണ്ട്. ശരി, വെച്ചോ. കിട്ടിയോ പെണ്ണിനെ? കിട്ടി. ഒരു കൂട്ടര് തട്ടിക്കൊണ്ടുപോയതായിരുന്നു. എങ്ങനെ കണ്ടുപിടിച്ചു? പോലീസും ബാലേട്ടനും കൂടെ. ബാലേട്ടൻ ആരാ മോൻ? അവരവിടെ വല്ലതും ചെയ്തോ? ഇനി റേപ്പേഴ്സ് വരുമോ? ഉടനെ റേപ്പ്. എല്ലാത്തിനും ചീത്തവശം മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. മിക്കവാറും അങ്ങനെ നടക്കുന്ന പീഡനം അതില്ലാത്ത ദിവസമില്ലല്ലോ. ചേച്ചി, അലീനെ തിരിച്ചു കിട്ടി. കൊല്ലപ്പള്ളിക്കാരെ തട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. പോലീസും ബാലേട്ടനും കൂടി പോയി കൈയോടെ പിടികൂടി. സമ്മതിക്കണം കൊല്ലപ്പള്ളിക്കാരെ. എങ്ങനെ ചെയ്യാൻ തോന്നുന്നു? മനുഷ്യരറിയുമ്പോ എന്നെ നാണക്കേട്. വല്ല കാര്യമുണ്ടോ? അവനവന്റെ കാര്യം മാത്രം നോക്കിയാ പോരെ. അന്നേരം അന്ന് സമ്മതിക്കത്തില്ല. പാവങ്ങളെ മോളെ, നീ പൊടി പിടിച്ച് ആ വിയർത്ത നാശമായിരിക്കുക. ഡ്രസ്സൊക്കെ മാറി കുളിച്ച് കുറച്ചു നേരം ഒന്ന് ഉറങ്ങും. മോളെ, നീ നമുക്ക് കുടിക്കാനെന്തെങ്കിലും എടുത്തോളൂ. ചേച്ചിയുടെ കൂടെ തന്നെ നിൽക്കണം കേട്ടോ. ഞാൻ മറ്റവന്മാരെ ഒന്ന് കൈകാര്യം ചെയ്തിട്ട് വരാം. അങ്ങോട്ട് നിങ്ങൾ വരണ്ട കേട്ടോ. ബാലേന്ദ്ര, ചില തെറ്റിദ്ധാരണകൾ കൊണ്ട് ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായി. ബാലേന്ദ്രന്റെ ഭാഗത്തുനിന്നും ചില വീഴ്ചകൾ സംഭവിച്ചു. എന്ത് വീഴ്ച? നിങ്ങൾക്ക് അറിയാമല്ലോ. വൈകിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ 23 വർഷക്കാലം കുഴിച്ചു മൂടിയിട്ടിരുന്ന രഹസ്യങ്ങളെല്ലാം നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ അനിയമാരെ അറിയിച്ചില്ല? നിങ്ങൾക്ക് പറയാറുന്നല്ലോ ബാലചന്ദ്രൻ എല്ലാം അറിഞ്ഞിട്ടാണ് നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിരിക്കുന്നതെന്ന്. ബാലേന്ദ്ര, നിനക്ക് സഹിക്കാനും ക്ഷമിക്കാനും കഴിയുമെങ്കിൽ അതങ്ങനെ കൂടുതൽ ആരും അറിയാതെ കടന്നു പോയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. നീ വൈജിയോട് കഴിഞ്ഞ കാലത്തെ പറ്റി ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ലെന്ന് അറിഞ്ഞപ്പോ എനിക്ക് തോന്നിയത് ഒരു കുടുംബം തകരണ്ടല്ലോ എന്ന് വിചാരിച്ച് നീ എല്ലാം മനസ്സിലടക്കിയെന്നാ. അതെ, അങ്ങനെ തന്നെ ചെയ്തേ. മനസ്സിലാക്കി. പക്ഷെ നിങ്ങളുടെ പെങ്ങളെ വീതിക്കുന്ന പൊങ്കന്മാരും കൂടെ അതിന് സമ്മതിച്ചില്ല. അവന്മാർക്ക് ഇത് കുത്തി കുളമാക്കണം. എന്നെ ഭ്രാന്ത് പിടിപ്പിച്ച് ഇറങ്ങും. അതിനുവേണ്ടി ഒരുത്തൻ ദുബായിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ചു വരുന്നു. വേറൊരുത്തൻ സിംഗപ്പൂരിൽ നിന്ന് 2 തവണ പറഞ്ഞു വരുന്നു. സത്യം അറിയാഞ്ഞിട്ടല്ലേ ബാലേന്ദ്ര? നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങൾ അറിയാമായിരുന്നല്ലോ അല്ലേ? അവള് സഞ്ചരിച്ച എല്ലാ റൂട്ടുകളും നിങ്ങൾക്ക് കാണാപ്പാടായിരുന്നില്ലേ? നിങ്ങൾ എന്നെ ഗുണഘോഷിക്കാനും മര്യാദ പഠിപ്പിക്കാനും വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അവളോട് പറയായിരുന്നില്ലേ, വൈജേ നീ വന്ന വഴി ശരിയല്ല, നിനക്ക് ബാലചന്ദ്രനെ കുറ്റപ്പെടുത്താൻ അർഹതയില്ല. നീ ചെയ്തതും ശരിയായില്ല ബാലേന്ദ്ര. നീ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തൊന്നും പറയണ്ട. അങ്ങനെ ചെയ്തില്ല നീ. പകരം വൈജയോട് പ്രതികാരം ചെയ്യാനാണ് നീ ശ്രമിച്ചത് അല്ലേ? നീ ക്ഷോഭിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നീ ഹാർട്ട് അറ്റാക്കായി ഹോസ്പിറ്റലിൽ കയറിയപ്പോ മുതൽക്ക് നീ വൈജയെ കംപ്ലീറ്റ് കട്ട് ചെയ്തു, ഇഗ്നോർ ചെയ്തു, ഹ്യൂമിലേറ്റ് ചെയ്തു. ഇടോ, തന്റെ പെങ്ങളുടെ കഴുത്തിൽ താലി കിട്ടുന്നതിന് മുമ്പ് അവളെ ഏതോ ഒരുത്തലിൽ നിന്ന് ഗർഭം ധരിച്ചൊരു കുഞ്ഞിനെ പ്രസവിച്ച് ഉപേക്ഷിച്ചവളാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നോ? അവളെ പൂവിട്ട് പൂജിക്കണമായിരുന്നോ? തോളെ കയറ്റി എഴുന്നള്ളിക്കണമായിരുന്നോ? ഏറ്റവും മാന്യമായിട്ടും അന്തസ്സായിട്ട് തന്നെയാണ് ഞാൻ അവളോട് പെരുമാറിയത്. പിന്നെ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നപ്പോഴേക്ക് അതിന് ഞാൻ തക്കതായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. അതിനേക്കാൾ ഭേദം അവളോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് ബന്ധം പിരിയുന്നതായിരുന്നു. ചെയ്യാം, ഇനിയും ചെയ്യാം. സമയം കടന്നു പോയിട്ടൊന്നുമില്ല. എന്റെ ബന്ധുക്കളെയൊക്കെ വിളിച്ചുകൂട്ടി ഒരു യോഗം നടത്താം. എന്തുകൊണ്ട് ഞാൻ വൈജയന്തി ഉപേക്ഷിക്കുന്നു? ജീവിക്കുന്ന തെളിവെന്റെ കയ്യിലുണ്ടല്ലോ, അതും കാണിച്ചു കൊടുക്കാം. ഈടോ, തനിക്ക് നാണമില്ലേ ഇപ്പോഴും ഇങ്ങനെ വാടുകളാണെന്ന് സംസാരിക്കാൻ? എടോ, താൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്റെ ഭാര്യ 1 or 2 പ്രസവിച്ച് ആ കുഞ്ഞുങ്ങളെ ഏതെങ്കിലും ഓർഫനേജിൽ ദാനം ചെയ്തിട്ടുണ്ടോ? ഉണ്ടോടോ? വെറുതെ അനാവശ്യം പറയുന്നത് എന്തിനാ? ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഇല്ല, എന്തോ ഉറപ്പ്? എനിക്ക് എന്റെ ഭാര്യ വിശ്വാസം. അതുപോലെ എനിക്കും എന്റെ ഭാര്യയെ വിശ്വാസമായിരുന്നോ? ആ വിശ്വാസം പൊട്ടി. തന്റെ വിശ്വാസം പൊട്ടിയ താനായി. എന്നാ നിന്നെ എനിക്ക് വേണ്ട, നീ ഇറങ്ങി പൊക്കോടി എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടിട്ട് നീ കയ്യും കിട്ടി. എടോ, തന്റെ മനസ്സമാധാനം തകർന്നു, തന്റെ കുടുംബം പൊട്ടി, തന്റെ ചങ്കിൽ പിന്നെ തീ കൊടുക്കുക. അത് അനുഭവിക്കണം. അറിയണമെങ്കിൽ നീ പറഞ്ഞല്ലോ ഞാൻ പ്രതികാരം ചെയ്യായിരുന്നു. എന്തായിരുന്നു എന്റെ പ്രതികാരം? നിന്റെ പെങ്ങള് പിഴച്ചു പ്രസവിച്ച മകളെ നീയും നിന്റെ പെങ്ങളും നിന്റെ അച്ഛനും നിന്റെ അണ്ണന്മാരും കൂടി ഉപേക്ഷിച്ച് കളഞ്ഞ മകളെ ഞാൻ എന്റെ മകളെ പോലെ സ്വീകരിച്ച് സ്നേഹിച്ച് സംരക്ഷിച്ച് എന്റെ കൂടെ നിർത്തി. അതാണോടോ താൻ പറഞ്ഞ പ്രതികാരം? നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? കവലയിടത്തി കല്യാണത്തിന് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ അതിനെ കൺമുന്നിൽ കണ്ടാൽ കൈതക്കൽ മാളിക വീട്ടിൽ വന്ന് താമസിച്ച നിങ്ങൾ എന്ത് ചെയ്യും ശിവേട്ട? നല്ല പച്ച കവളം മണലെടുത്ത് കമലേട്ടത്തിന്റെയും ആ പെങ്കൊച്ചിന്റെയും പുറം വഴി അടിച്ച് കണ്ട വഴി ഓടിക്കും അല്ലേ? അതപ്പോഴത്തെ സാഹചര്യം പോലെ ഇരിക്കും. എന്തോന്ന് സാഹചര്യം? അലീന എന്റെ മകളാണെന്ന് അറിഞ്ഞപ്പോ നിങ്ങൾ എന്താ ചെയ്തത്? ഞാൻ ഗൃഹനാഥനായിട്ടിരിക്കുന്ന എന്റെ വീട്ടിൽ കയറി അവളെ പലതവണ ഇറക്കിവിടാൻ ശ്രമിച്ചു. അവളെ കിഡ്നാപ്പ് ചെയ്ത് ആളൊഴിഞ്ഞ വീട്ടിൽ കൊണ്ടുപോയി അടച്ചിട്ട് കൊല്ലാനായിരുന്നോ തിന്നാനായിരുന്നോ നിങ്ങളുടെ പ്ലാൻ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. എനിക്ക് കല്യാണത്തിന് മുമ്പ് ഒരു മകൾ ഉണ്ടായി പോയതാണോ നിങ്ങൾക്ക് വലിയ പ്രശ്നം? അതോ
നിങ്ങളുടെ സ്വന്തം ഭാര്യയെ പിഴച്ച് പ്രസവിക്കുന്നതാണോ? ഉത്തരം പറ ശിവേട്ട. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ തോറ്റു. അതുകൊണ്ടാ ചോദിക്കുന്നത്. എന്റെ ഭാര്യ തന്നെ എനിക്ക് വലിയ പ്രശ്നം. പിന്നെ എന്തുകൊണ്ടാ താൻ സാഹചര്യം മണ്ണാങ്കട്ട മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞോട് തളിതപ്പുന്നേ? ബാലേന്ദ്ര, ഇവർക്കെല്ലാം തെറ്റുപറ്റി. അതാണ് സത്യം. എനിക്കും തെറ്റുപറ്റി. അണഞ്ഞു പോകേണ്ട തീപ്പൊരി ഊതി ഊതി ആളി കത്തിച്ചു. അതാണ് സത്യം. നിങ്ങളുടെ സഹോദരിയുടെ അഹങ്കാരം സമ്മതിച്ചില്ല. നിങ്ങളുടെ ഹുങ്ക് അതിന് കൂട്ടുന്നു. നിങ്ങളുടെ അനിയത്തി അടിക്കേണ്ട ചാട്ടവാറെടുത്ത് നിങ്ങൾ എന്നെ അടിച്ച് ഭ്രാന്തനാക്കി. വൈജയ് ഇപ്പോ ഒരു മാംസവിണ്ടമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് എന്റെയോ അലീനയുടെ കുറ്റം കൊണ്ടല്ല, നിങ്ങളുടെ കുറ്റം. അവിടെ ആ ബെഡ് എത്തിച്ചത് നിങ്ങളാ. ഞങ്ങൾ ഇനി എന്താ ചെയ്യണ്ടേ? പറഞ്ഞുറപ്പിച്ച കരാറുകളെല്ലാം പാലിക്കാൻ നോക്കുക. നിങ്ങളെ അടക്കി നിർത്താൻ പറ്റുമെങ്കിൽ നിർത്തും. രോഹിയും ബബിയും ഇങ്ങോട്ട് തിരിച്ചയച്ചേക്കാം. വേണ്ട, അവരുടെ വീട് ഏതാണെന്ന് ശരിക്കും ബോധ്യം വരുമ്പോ തനിയെ വന്നോളൂ. എന്നാ ഞങ്ങൾ പോക്കോട്ടെ. നേരം വെളുത്തു പോവാം. രാജീവേ വാ. നിക്ക് ബാലേന്ദ്ര, ആ. എനിക്ക് അലീനെ ഒന്ന് കാണണം. ഒന്ന് വിളിക്കോ, ഒരു വാക്ക് പറയാന്. നിങ്ങൾ കാറിലോട്ട് കയറിക്കോ, ഞാനിതാ വരുന്നു. 2 മിനിറ്റ്. നിന്നോട് എങ്ങനെ ക്ഷമയാചിക്കണമെന്ന് എനിക്കറിയില്ല. ആരും ചൂണ്ടിക്കാണിക്കാതെ നീ ആരാണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞവനാ ഞാൻ. കഴിഞ്ഞ തവണ വന്നപ്പോ നീ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു. സത്യം പറഞ്ഞ ജനിച്ച നാളു മുതൽ ഇന്ന് ഈ നേരം വരെ എല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് നിന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുക. ക്ഷമിക്കണം. ഏറ്റവും വലിയ ദയനീയ അവസ്ഥ എന്താണെന്ന് വെച്ചാ ഇനിയും വൈജി അറിയിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. നീ അവളുടെ മകളാണെന്ന്. അത് അവൾ അറിഞ്ഞാൽ വേറെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഞങ്ങൾ ഉത്തരം പറയേണ്ടി വരും. ഓരോ കാലത്ത് മനുഷ്യൻ അവന്റെ ദുരഭിമാനം കൊണ്ട് ഒരിക്കലും ചെയ്തുകൂടാത്ത തെറ്റുകളൊക്കെ ചെയ്തു കൂട്ടും. മതം, ജാതി, കുലം, കുടുംബം, സ്വത്ത്, ഇങ്ങനെ ഓരോ കാരണങ്ങളുണ്ടാവും പറയാൻ. അങ്ങനെ ബലിയാടാകേണ്ടി വന്നവളാ നിന്റെ അമ്മ വൈജയന്തി. അതിന്റെ ശിഷ്ടമായിട്ട് നീയും. ഇതിനൊന്നും യാതൊരു അർത്ഥമില്ലെന്ന് അറിയുന്ന കാലം വരുമ്പോഴേക്കും നമ്മളൊക്കെ മരിച്ചു മണ്ണടിഞ്ഞു പോകും. നീ എന്റെ പെങ്ങളുടെ മോളാ. ആ സ്ഥാനവും സ്നേഹവും എപ്പോഴും എന്റെ മനസ്സിലുണ്ടായിരിക്കും. നിന്റെ എന്ത് ആവശ്യത്തിനും ഞാൻ കൂടെ നിൽക്കും. പറ്റിപ്പോയില്ലേ മോളെ, എന്ത് ചെയ്യാനാ ബാലേന്ദ്ര. നിന്റെ മുമ്പിൽ വൈജ തെറ്റുകാരിയാ. വൈജയുടെ കഴിഞ്ഞ കാലം പറഞ്ഞ് അവളെ തകർക്കരുത്. അതിനേക്കാൾ നല്ലത് പിരിയുന്നതാ. ഞാനിപ്പോ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ പറയാനുള്ളതെല്ലാം ഒരു ഹഗ്യ തീർന്നേനെ. നിങ്ങൾ ഈ ബന്ധത്തിൽ ജോലിക്ക് വെച്ചിട്ടുണ്ട്.